നമസ്കാരം, എല്ലാവർക്കും മിറക്കിൾ ഹാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിക്സറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അവൽ മിക്സർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് മല്ലി, ജീരകം, പെരുംജീരകം, കായപ്പൊടി, മാങ്ങാപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾ പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ തയ്യാറാക്കിയ മസാല നമുക്ക് ഉണങ്ങിയ ബോട്ടിലിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മസാല എടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഇത് നമുക്ക് ഒരു വർഷം വരെ കേടും വരില്ല. ഇനി നമുക്ക് അവൽ മിക്സറിനുള്ള അവൽ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു അരിപ്പയിലോട്ട് അവലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിനകത്തുള്ള പൊടിയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിനകത്തുള്ള പൊടിയൊക്കെ ഇതുപോലെ അരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് അവൽ വറുത്തെടുക്കുമ്പം എണ്ണയിലോട്ട് ഈ പൊടിയൊക്കെ വീഴും. അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് അവൽ മിക്സറിൽ ചേർത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. പച്ചക്കപ്പരണ്ടി, കശുവണ്ടി, ഉണക്ക മുന്തിരി, തേങ്ങ കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഈ പച്ചത്തേങ്ങ എടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഉണങ്ങിയ തേങ്ങയാണെങ്കിലും എടുക്കാവുന്നതാണ്. പൊടിച്ച പഞ്ചസാര, പൊട്ടുകടല, കറിവേപ്പില, പപ്പടം, മസാല, അവൽ, ഉണക്കമുളക്. ഈ ഉണക്കമുളക് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഇതുപോലൊരു അരിപ്പ ഇറക്കി വയ്ക്കാം. ഈ അരിപ്പയിലോട്ട് ഇട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാനായിട്ട്. ഇങ്ങനെ വറുത്തെടുക്കുമ്പം നമ്മൾ വറുത്തെടുക്കുന്നത് കരിഞ്ഞു പോകില്ല. അതുപോലെ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റാനും പറ്റും. പച്ചത്തേങ്ങ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വറുത്തെടുക്കാനായിട്ട്. ഉണങ്ങിയ തേങ്ങ വറുത്തെടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പം കരിഞ്ഞു പോകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ കറിവേപ്പില വറുത്തെടുക്കുമ്പം ചെറുതായിട്ട് കറിവേപ്പില മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ടങ്ങ് വറുത്തെടുക്കുക. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ കടലമാവ് കൊണ്ട് തയ്യാറാക്കുന്ന മിക്സറിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മിക്സർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വളരെ ടേസ്റ്റാണ് ഈ മിക്സറിന്. കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിക്സറാണ്. നമ്മൾ ഈ മസാല തയ്യാറാക്കിയപ്പം ഇതിനകത്ത് മാങ്ങാപ്പൊടി ചേർത്തിരുന്നു. ഈ മാങ്ങാപ്പൊടി നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സീസണിൽ നമുക്ക് മാങ്ങയുടെ സീസണിൽ നമുക്കിത് മാങ്ങയുടെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം സ്വല്പം ഉപ്പും കൂടി പുരട്ടി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല. നമുക്ക് അവൽ വറക്കുമ്പോൾ ഇതുപോലെ ഓരോ പിടി അവലിട്ടേ വറുത്തെടുക്കാവുള്ളൂ. അവൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ വറുത്തെടുത്ത സാധനം എല്ലാം കൂടി ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി 2 പപ്പടം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വറുത്തെടുത്ത പപ്പടം കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാലയാണ്. ഈ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചെറിയൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പം മസാലയുടെ പച്ചമണം മാറിക്കിട്ടും. അതുപോലെ മസാല കരിഞ്ഞു പോവുകയുമില്ല. ഇനി നമുക്കിതുപോലെ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിനകത്ത് ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഇപ്പം നമ്മുടെ അവൽ മിക്സർ റെഡി ആയിട്ടുണ്ട്. അവൽ മിക്സറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ അവൽ മിക്സർ നമുക്ക് ഉണങ്ങിയ ഒരു ബോട്ടിലിട്ട് അടച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ അടച്ച് വെച്ച് 2-3 മാസം വരെ കേടൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഈ അവൽ മിക്സറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.